ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 24-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ മാതാവിനെ കൊണ്ട് അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള ഒരു സാധാരണ അനുഭവം ഇവർക്ക് ലഭ്യമാകുന്ന ദിവസമാണ്. വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ കൊണ്ടുള്ള നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും പിതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങളും ഇവർക്ക് തൃപ്തികരമാകണമെന്നില്ല. മക്കൾ വീട് വിട്ട് മാറി താമസിക്കാം, അന്യദേശത്ത് പോകാം. അതുപോലെ തന്നെ ഇവരുടെ പിതാവും വീട് വിട്ട് മാറി താമസിക്കാനോ അന്യദേശത്ത് പോകാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ജാതകർക്ക് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസവുമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖ ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ട് ഇവർക്ക് അനുകൂലമായ ദിവസമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുഭാവപൂർവമായ ഒരു സഹകരണം പരിഗണനയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പെൺമക്കളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ നേട്ടത്തെ തരുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് സ്വാധീനിക്കുന്നതെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെ തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് സ്വന്തമായ നിലയിൽ വന്നു ചേരുന്നൊരു ദിവസമല്ല. മാതാവ് മുഖേനയും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി വലിയ മെച്ചമൊന്നും അല്ലെങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ലൊരു സഹകരണവും നല്ലൊരു അനുഭവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കത്തുണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ മെച്ചമായി വന്നു ചേരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതിയൊക്കെ മോശമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരുടെ കുടുംബജീവിതത്തിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. പെൺമക്കളെ കൊണ്ടുള്ള ഒരു കാര്യവിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത വലുതായിട്ടില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം വലിയ തൃപ്തികരമായ നിലയിൽ പോകുന്നൊരു സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമല്ല. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങൾ വന്നു ചേർന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടായാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവഴിച്ച് ധനപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭൂമിയെ കൊണ്ട് അനുകൂലമായി പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നില്ലെങ്കിൽ പോലും വാഹനം കൊണ്ടുള്ള നേട്ടം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. മക്കളുടെ കാര്യം ഇവരുടെ മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ ഇവർക്കും മക്കൾക്ക് വേണ്ടിയൊന്നും കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ കടബാധകളോ ഇവരെ അലട്ടുന്നൊരു ദിവസമല്ല. എങ്കിലും ഈ വക പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതും സത്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ സുഖാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവം പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ
ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളെ കൊണ്ടും ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതി ഇവർക്കില്ല. സ്ഥിരം ജോലിയുള്ളവർക്ക് അതിൻ്റേതായ നേട്ടമുണ്ടെന്നുള്ളതല്ലാതെ സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത്. വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയില്ല. അതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കർക്കിടകക്കുറുകാർക്ക് തിങ്കളാഴ്ച ദിവസം അനുഭവപ്പെടുക എന്നുള്ളത് നക്ഷത്രഫലമായിട്ട് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖം ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ബന്ധുക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വക നൽകുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും കാര്യമായി ഇവർക്ക് അനുഭവപ്പെടണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. രോഗം, ശത്രുത, കടബാധ്യതയിലുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമായ അനുഭവങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഭാഗ്യം കൊണ്ട് പലരും പ്രസിദ്ധരാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള രാജ്യവും ചെയ്തു നിൽക്കുന്ന സമയമാണെങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. എന്നാൽ മാതാവിനെ കൊണ്ടുള്ള പ്രതിസന്ധികളുണ്ടായി മാതാവ് മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഏറെക്കുറെ കാര്യവിജയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഖസ്വസ്ഥ ദേഹന്മേ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് വാഗ്ദാനമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ അവരെക്കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വാഹനം കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടാതെ അതിലൊരു ആശ്വാസം വന്നിരുന്ന ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ പൊട്ടിത്തെറികൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പലരും പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. ചിലരുടെ ജീവിതത്തിൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ 7 ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് പൊട്ടിത്തെറി എപ്പം വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള സാഹചര്യമാണ്. ഇപ്പോൾ അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഇവരുടെ ജീവിതത്തിലുണ്ട്. ഇവരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പലരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ ഈ ജാതകരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളതും അതൊരു നേട്ടമായിട്ട് പറയുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുന്ന വിധത്തിൽ 12-ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ 7 നിൽക്കുന്നു. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നേട്ടവും പ്രതീക്ഷിക്കാവുന്ന സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാകും. മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ കടബാധ്യതകളുള്ള പ്രശ്നങ്ങളോ ശത്രുതയാലുള്ള പ്രശ്നങ്ങളോ ഒന്നും അലട്ടുവാൻ സാധ്യതയില്ലെങ്കിലും അമിതമായ ധനച്ചെലവ് ഉണ്ടാകാൻ സ്ത്രീകൾ മുഖേനയുള്ള അപവാദം കേൾക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ഈ ജാതകരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവരെ കൊണ്ടുള്ള ദോഷമൊന്നും വന്നു ചേരത്തില്ല. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം. ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സൗകര്യങ്ങൾ, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായിട്ട് നേട്ടമുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി ഈ ജാതകർ കടന്നു പോകും. പിതാവിനെ കൊണ്ടും മാതാവിനെ കൊണ്ടും ഇവർക്ക് അനുകൂലമായ അനുഭവമാണ് തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക.
ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥതന്മ ഏറെക്കുറെ അനുകൂലമാണെന്ന് പറയാം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ കാര്യതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുത്രദുഃഖം ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധകളാൽ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇവർ തന്നെ ഇവർക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഭാഗ്യമായ അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. വലിയ കാര്യമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തേടി വരുവാൻ സാധ്യത കുറവാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഇവർക്ക് വലിയ നേട്ടമൊന്നും അല്ല. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ബുദ്ധിപരമായ പരാജയം, പുത്രദുഃഖമൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കളെ കൊണ്ട് ഒരു കാര്യവിജയത്തിന് ശ്രമിച്ചാൽ അവിടെ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. സ്ത്രീകൾ മുഖേന ഒരു കാര്യവിജയം ഉണ്ടായാൽ അവിടെ നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിൽ അസ്വസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള ഒരു ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നു. കാരണം 2-ലെ ചന്ദ്രൻ ചില ജാതകർക്കൊക്കെ ധനപരമായ നേട്ടം, തൊഴിലിൽ നിന്നുള്ള ധനപരമായ നേട്ടം ചിലപ്പോൾ മാതാവ് മുഖേന ധനം വന്നു ചേരുവാനും സാധ്യതയെ കാണിക്കുന്നു. എന്നാൽ ചിലർക്ക് ഈ 2-ലെ ചന്ദ്രൻ അഷ്ടമത്തിൻ്റെ അധിപനായതുകൊണ്ട് ചിലരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം ധനുക്കൂറുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. മാതൃസ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകാനാണ് കൂടുതലും സാധ്യത. വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം തോന്നാം. പക്ഷേ ആ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ജാതകരെ സംബന്ധിച്ച് പുത്രദുഃഖ അനുഭവത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമായ അനുഭവങ്ങൾ വേണ്ടുവോളം ഇവർക്ക് വന്നു ചേരണമെന്നില്ല. തോന്നും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ ഇവർക്ക് വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ നേട്ടമൊക്കെ ഇവർക്ക് തോന്നുമെങ്കിലും അതൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള നേട്ടം തടസ്സപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. തൊഴിൽഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. രാഹു 4 നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ലാഭകരമായ അനുഭവങ്ങളൊക്കെ സ്ത്രീ മുഖേന നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത കൂടുതലും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകൾ ഒരുപാടാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥതേകന്മായ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളായുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്ന സമയമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടേതായിട്ടുള്ള തിക്താനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. തൊഴിലിടമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാനുഭവങ്ങൾ വലിയ രീതിയിൽ ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമല്ല. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. തൊഴിൽ ചെയ്തു ജീവിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി ലാഭം വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകൾ വളരെ കുറവായ ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സാഹചര്യമാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുവാൻ അനുകൂലമായ ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദശാകാലത്തിൻ്റെ ദോഷസമയം അനുഭവിക്കുന്നവർക്ക് ഇത് ബാധകമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും കുംഭക്കൂറാണ്.
കുംഭക്കൂർപ്പെട്ടാവട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഏകന്മാർ അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. കുടുംബത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കൾ മുഖേന ധനം വന്ന് ചേരുമെങ്കിലും അതേ ചൊല്ലി അഭിപ്രായ വ്യത്യാസത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ധനം വന്ന് ചേരുവാൻ സഹായിക്കുന്നു എന്നുള്ളൊരു വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലാളിയുടെ ഭാഗത്തു നിന്നുള്ള സഹായസാധനങ്ങളൊന്നും വേണ്ടുവോളം അനുകൂലമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം തന്നെയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും മെച്ചമല്ല എങ്കിൽ പോലും ഇവർക്ക് ജീവിച്ചു പോകാൻ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ട കാര്യം ഇവരുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും കലഹത്തിനും ഒക്കെ സാധ്യതയുണ്ട്. നീചമായ ബന്ധങ്ങളിൽ കൂടിയൊക്കെ അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് നക്ഷത്രപരമായിട്ട് കുംഭക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂർപ്പെട്ട പുരുട്ടാതി, കലുത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് വന്നില്ല എങ്കിൽ പോലും സുഹൃത്തുക്കൾ, സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമായിട്ടൊന്നും തന്നെ വന്നു ചേരുന്ന സമയമല്ല. ഭാഗ്യക്കെടുകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുത്രന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ സൂക്ഷിക്കണം. നീചമായ ബന്ധങ്ങളിലും കൂട്ടുകെട്ടിലും ഒക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. അവിടെ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടക്കേടുകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം. ഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യമല്ല. 10ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 3-ൽ നിൽക്കുന്നു, നല്ലതല്ല. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അനുകൂലമല്ല. പലർക്കും തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാതെ കടമൊക്കെ മേടിച്ച് ജീവിക്കേണ്ട സാഹചര്യം വരും. ലാഭകരമായ അനുഭവങ്ങളോ നഷ്ടസാധ്യതകളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. അതിനാൽ വേറെ കുറേ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.